ബലമായി പിടിച്ചുകൊണ്ട് പോയതല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏരിയ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ അവിശ്വാസ പ്രമേയം അവഗണിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയൊരു ശ്രമത്തിൻ്റെ ഭാഗമായി CPM കൗൺസിലർമാരെല്ലാവരും ഓഫീസിൽ ചേർന്നു, അതിൻ്റെ ഭാഗമായി താങ്കളെയും കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. അതിനെങ്ങനെ കാണുന്നു? ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ അവിശ്വാസത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് ഞാൻ വന്നിറങ്ങിയത്. പക്ഷേ ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് പാർട്ടി ഓഫീസിൽ കൂടി അവരതിന് വ്യക്തമായൊരു തീരുമാനം പറഞ്ഞിരുന്നില്ല. അവിശ്വാസത്തിൽ പങ്കെടുക്കണ്ടെന്നോ വിട്ടു നിൽക്കണമെന്നോ അല്ലെങ്കിൽ അതിൽ നമ്മളെ അഭിപ്രായം എന്താണ് രേഖപ്പെടുത്തേണ്ടതെന്നോ അവർ നമ്മളോട് അറിയിച്ചിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് മാത്രം. അല്ലാതെ 18-ാം തീയതി നടക്കുന്ന അവിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ബലമായി തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ 18-ാം തീയതി എന്നത് രാവിലെ ഞാൻ വന്ന് 10 മണി ഓഫീസ് ടൈമിൽ തന്നെയാണ് വന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് താഴേട്ട് കാല് വെച്ച ആ സമയം തന്നെ അത്രയും നമ്മളൊരു പ്രതീക്ഷിക്കുന്നില്ല. അവിടെ അത് ഇത്രയും ഒരു ഇത് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എതിർപ്പുണ്ടാകും നമുക്ക് കൃത്യമായിട്ട് അറിയാം. എങ്കിൽ പോലും ഇതുപോലെ നമ്മൾ ഒരു വനിതയോട് ഇതുപോലെ ചെയ്യുന്നു, അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന തലേ ദിവസം വരെ നമ്മളോട് നല്ല രീതിയിൽ ഇടപെട്ടിരുന്ന ആളുകൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളെ ഇത്രയും അറ്റാക്ക് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റേതായ ഒരു ആഘാതത്തിലാണ് ഞാനിപ്പോഴും. UDF കാരണം എനിക്ക് എൻ്റേതായ നിലപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകേണ്ട സാഹചര്യം. കാരണം ഞാൻ 25 വർഷം പാർട്ടിയിലുണ്ടായിരുന്ന ആളാണ്. അത് CPM-ന് വേണ്ടി താഴെത്തട്ട് മുതൽ പ്രയത്നിച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്ന ആൾ തന്നെയാണ്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്കൊരു പാർട്ടി മെമ്പർഷിപ്പ് തന്ന കൗൺസിലറായ ആളല്ല ഞാൻ. അപ്പോൾ 25 വർഷം പ്രവർത്തിച്ച് തന്നെ ഞാൻ താഴെത്തട്ടിൽ നിന്ന് കയറി വന്ന ആളാണ് ഞാൻ. അപ്പം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിന്നിരുന്നു. പക്ഷേ എനിക്ക് എൻ്റേതായ ചില നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുണ്ടായ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു എതിർപ്പിലേക്ക് വരാനുണ്ടായ കാരണം. അപ്പോൾ എനിക്ക് ഒരു വ്യക്തിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ ഈ തലേ ദിവസം വരെ നമ്മുടെ കൂടെ നിന്നിരുന്ന ചെയർപേഴ്സൺ അവർ പറയുന്നുണ്ടല്ലോ ഒപ്പം നിർത്തി 13 കൗൺസിലേഴ്സ് അത്രയും വനിതകൾ നമ്മളെ ഇടിച്ച് മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് എൻ്റെ ഹാൻഡ് ബാഗ്, എൻ്റെ അടങ്ങുന്ന രേഖകൾ അടങ്ങുന്ന ബാഗെല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് കാതിൽ കിടന്ന കമ്മൽ വരെ തെറിച്ച് പോയൊരവസ്ഥയാണ്. നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണുപോയി. എത്തിയിരുന്നു അതെ. എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഒരു ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഞാൻ അവിശ്വാസത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായൊരു നിലപാടുണ്ടായിരുന്നു. പാർട്ടി തീരുമാനം, കാരണം പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്നല്ല, ന്യായമായ ഒരു കാര്യത്തിന് എൻ്റെ കൂടെ നിൽക്കാത്തിടത്തോളം എനിക്കതിന് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളെക്കാൾ ഉപരി ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം എൻ്റെ വസ്ത്രം വലിച്ചഴിച്ച് ഇത്രയും പൊതുജനമധ്യത്തിൽ ഈ വനിതകൾ ഏതായാലും കൗൺസിലർമാരല്ലാതെ ഒരുപാട് ഓഡിയൻസ് വനിതകളുണ്ടായിരുന്നില്ല, പുരുഷന്മാരായിരുന്നു ഏറെ. ആ പുരുഷന്മാർ തന്നെ ആണ് എൻ്റെ വസ്ത്രം വലിച്ചഴിക്കാൻ. കാരണം എങ്കിൽ മാത്രമേ ഞാൻ അത് പുറകോട്ട് പോകുള്ളൂ എന്നവർക്ക് വ്യക്തമായിരുന്നു. അല്ലെങ്കിൽ ഒരു പോലീസ് മേധാവി എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് മുനിസിപ്പൽ ഓഫീസിലേക്ക് കയറണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എനിക്ക് ഉള്ളിൽ കയറാനുള്ള അവകാശം തരണം, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം ആണ്. കുറേ പോലീസ് ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നു. എങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഇവരെ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളല്ലേ. പോലീസിന് ഒരു വനിതയ്ക്ക് പ്രൊട്ടക്ഷൻ തന്നുകൂടായിരുന്നോ? എനിക്ക് അവർ മുനിസിപ്പൽ ഓഫീസിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അവരെന്നോട് ആക്രോശിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വെളുപ്പിനെ ഇന്നലെ മുതൽ ഇവിടെ കരുതി തന്നെയാണടി നിന്നിരുന്നത്, നിന്നെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കാൻ ഞങ്ങളിവിടെ. അപ്പോൾ ലോക്കൽ സെക്രട്ടറിയൊക്കെ ആക്രോശിക്കുന്നത് എനിക്ക് കേൾക്കാം, അവളെ കൊന്നുകളയടാ പിന്നെ എന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാമായിരുന്നു. അതുപോലെ ഈ മറ്റ് കൗൺസിലർമാർ അവിടെ ഉണ്ടായിരുന്നു ഓഫീസിൽ വെച്ച് ശരിക്കും എന്താണ് സംഭവിച്ചത്? മറ്റ് ചീത്ത വാക്കുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉപദ്രവകരമായ രീതിയിലോ ഒന്നും പെരുമാറിയിട്ടില്ലെന്നാണ് ഇപ്പോൾ PB രതീഷ് പറയുന്നത്. പക്ഷേ ഇവർ വണ്ടിയിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇവർ വണ്ടിയിൽ അവളെ പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചു കയറ്റടാന്ന് പറഞ്ഞത് വൈസ് ചെയർമാനാണ്, ശ്രീ സണ്ണി കുര്യാക്കോസാണ്
വണ്ടിയിലേക്ക് അവളെ അവരെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അവിടെ ഇല്ല. പക്ഷേ പൊതുജനത്തിൻ്റെ കണ്ണ് മൂടി കെട്ടാൻ പറ്റത്തില്ലല്ലോ, മീഡിയ എന്ന് പറയുന്നത് സത്യമുള്ള കാര്യമില്ല. അപ്പോൾ വലിച്ച് അവളെ വണ്ടിയിലേക്ക് കയറ്റടാന്ന് പറയുന്നത് നമ്മൾ പ്രതിരോധിക്കുന്നതിലും ശക്തമായിട്ടാണ് അവിടുന്ന് തള്ളു വന്നത്. അപ്പം എനിക്ക് ഒരു വനിത എന്നുള്ള രീതിയിൽ അവർക്കറിയാം എന്ത് ചെയ്താലായിരിക്കും ഞാൻ ഒരു പക്ഷേ ബാക്കിലേക്ക് പോകാമെന്ന്. അതുകൊണ്ടായിരിക്കും അവരെൻ്റെ വസ്ത്രം വലിച്ചഴിച്ചത്. എനിക്ക് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നൊരു വാർഡാണ് 15-ാം ഡിവിഷൻ എന്ന് പറയുന്നത്. എൻ്റെ വസ്ത്രം അവർ വലിച്ചഴിച്ച് എനിക്ക് ഇവിടുത്തെ സാരിയുടെ ഈ കുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വസ്ത്രം എൻ്റെ മാനം കാക്കണമല്ലോ ആദ്യം. അതാണല്ലോ ഞാൻ പിന്നെ അവരുടെ ഞാനിപ്പോൾ ഏത് മുഖത്തോടെയാണ് മറ്റുള്ളവരെ പിന്നെ നോക്കുന്നത്. അപ്പോൾ എൻ്റെ മാനം കാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് തന്നെയാണ് ഞാൻ വസ്ത്രം മാരി കൂട്ടി പിന്നെ എനിക്ക് അവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവണം. കാരണം അല്ലാതെ ഒരു നിവൃത്തിയില്ല, വസ്ത്രം ശരീരത്തിൽ പിന്നെ നമ്മൾ അവിടെ പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന ആ ഒരു രീതിയിലല്ല. അപ്പോൾ ഞാൻ അത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഇങ്ങനെ അവർ ഉന്തി വണ്ടിക്കകത്തേക്ക് വലിച്ച് കയറ്റിയപ്പോൾ കാറിൻ്റെ ആ വണ്ടിയുടെ ഇടയ്ക്ക് എൻ്റെ ഡോറിട്ടാണ് അവർ ഡോറ് വെച്ച് വലിച്ചടച്ച് അതിൻ്റെ ഇടയിൽ ജാമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കാല് വേദന എടുക്കുന്നതിന് നിങ്ങളത് തുറക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയൊരു പയ്യനാണ്, ഞാൻ അവനെ പക്ഷേ ശരിക്കും കണ്ടിട്ടില്ല ഇത്രയും പ്രവർത്തനത്തിനിടയ്ക്ക്. അവൻ എന്നോട് പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ വെട്ടിത്തരാടി നിന്റെ കാലെന്ന് പറഞ്ഞു എന്നോട്. 4:30. അപ്പം അച്ചായം അവന് AC ഓഫീസിൽ ചെന്നതിന് ശേഷം ദേഹോപദ്രവം ആയിട്ടില്ല. പക്ഷേ ഈ ജനക്കൂട്ടത്തിനിടയ്ക്കിൽ വെച്ച് വനിതാ സഖാക്കൾ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുരുഷ സഖാക്കൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രവണതയല്ലേ ഉണ്ടായത്. അപ്പം പിന്നെ ഉപദ്രവിച്ചില്ല എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ടയേർഡായിരുന്നു. വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ദേഹോപദ്രവവും മറ്റും ഉണ്ടായത്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുനിസിപ്പൽ ഓഫീസിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ്. അപ്പോൾ അവർ അതിനെ പ്രതിരോധിച്ചതാണ്, എന്നെ അങ്ങോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടി അവർ പ്രതിരോധിച്ചതാണ്. ഓഫീസിന്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഈ സംസാരം ഉണ്ടായി, മോശപ്പെട്ട രീതിയിലുള്ള സംസാരമുണ്ട്. അത് നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി വിജയശിവനാണ്. ഞാനൊന്നും അവരെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. അവരെ ഞാൻ എൻ്റെ ഒരു സഹോദരിയെ പോലെ തന്നെയാണ് കണ്ട് കൂടെ നിന്നിരുന്നത്. അപ്പോൾ അവർ വളരെ മോശമായിട്ട് നിൻ്റെ ഭർത്താവ് മരിച്ച സമയത്ത് നിന്നെ ഞാൻ അങ്ങനെ സഹായിച്ചില്ലേടി, നിന്നെ ഇങ്ങനെ സഹായിച്ചില്ലേടി, കോവിഡ് വന്നാണ് എൻ്റെ ഭർത്താവ് മരിക്കുന്നത് അപ്പം പിന്നെ അവർ എന്നെക്കുറിച്ച് അതായത് വളരെ മോശമായ രീതിയിൽ ഇപ്പം ഞാൻ ഇത് എന്നെക്കുറിച്ച് തന്നെയാണോ ഇവർ പറയുന്നത്. കാരണം തലേ ദിവസം വരെ നമ്മൾ തോളോട് തോള് ചേർന്ന് നടന്നിരുന്നൊരു വ്യക്തി. അപ്പം ഇവർ എന്നെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അന്തം വിട്ട് നിന്നപ്പോൾ ഇവരുടെ ആരോപണങ്ങൾക്കുള്ള ഒന്നും ഞാൻ എനിക്ക് മറുപടി കൊടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, പക്ഷേ മറുപടി കൊടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അപ്പോൾ അവർ വളരെ മോശമായിട്ടാണ് എന്നോടത്ത് ബിഹേവ് ചെയ്തത്.